നമസ്കാരം, എല്ലാവർക്കും ഐഷ മൈഡിയസിലേക്ക് സ്വാഗതം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു ചർച്ചയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ഒടുവിൽ പ്രിയദർശിനി എന്ന പേരിൽ ജൂൺ 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയർന്നു വരുന്ന ചില നിർണായകമായ ചോദ്യങ്ങളും ആശങ്കകളും നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചതിനനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ സൗജന്യ യാത്ര ലഭ്യമാകുക. വരുമാനമോ മറ്റ് മാനദണ്ഡങ്ങളോ നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും, നമ്മുടെ ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെ അധിക ബാധ്യതയുണ്ടാകും. ഒരു വർഷം ഏകദേശം 800 കോടി രൂപയിലധികം KSRTCക്ക് വരുമാനക്കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. എങ്കിലും ഈ പണം സർക്കാർ KSRTCക്ക് നൽകുമെന്നും കോർപ്പറേഷന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് സംഗതിയുടെ മറുവശം നമ്മൾ ചിന്തിക്കേണ്ടത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും ഈ പദ്ധതി കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അറിയാമോ? സംസ്ഥാനത്താകെ 1000-ൽ താഴെ ഓർഡിനറി ബസ്സുകൾ മാത്രമാണുള്ളത്. അതിൽ തന്നെ സിറ്റി ഫാസ്റ്റ്, അന്തർജില്ലാ ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ ഒഴിവാക്കിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും ചുരുങ്ങും. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഈ ചുരുങ്ങിയ ഓർഡിനറി ബസ്സുകളിൽ 1/3 സർവീസും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമാണ്. വടക്കൻ ജില്ലകളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. അവിടെ 200-ൽ താഴെ ഓർഡിനറി ബസ്സുകൾ മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വടക്കൻ കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ പദ്ധതി കൊണ്ട് കാര്യമായ നേട്ടമൊന്നും ലഭിക്കില്ല. 2025-ലെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിലെ 16,545 റൂട്ടുകളുണ്ട്. അതിൽ 4,609 റൂട്ടുകൾ മാത്രമാണ് KSRTC സർവീസുകൾ നടത്തുന്നത്. നിലവിൽ ഓടുന്ന 4,500 ബസ്സുകളിൽ 1/3 തലസ്ഥാന ജില്ലയിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനൊപ്പം സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ക്ലാസ് ബസ്സുകളിലും സ്വിഫ്റ്റിന്റെ 500ഓളം ബസ്സുകളിലും സൗജന്യ യാത്ര അസാധ്യമാണ്. കാരണം ഇത്തരം ബസ്സുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടു പോകാൻ അനുവാദമില്ല. കൂടാതെ സീറ്റ് റിസർവേഷൻ സൗകര്യവും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ കൂടി സർക്കാർ പരിശോധിക്കേണ്ടതായിരുന്നു. വടക്കൻ ജില്ലകളിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഈ അവഗണനയാണോ, അതോ പദ്ധതിയുടെ തുടക്കത്തിലെ സാങ്കേതിക തടസ്സമാണോ ഇത്? ജൂൺ 15 മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം ഗുണകരമാകുമെന്ന് കണ്ട് തന്നെ അറിയണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഈ സൗകര്യം ഏർപ്പെടുത്തിയത് ശരിയാണോ? പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ ബസ്സുകൾ കുറവാണെന്നിരിക്കെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.